Hey guys, welcome back to debugmedia. ഇത് നമ്മളുടെ ടൈപ്പ്സ്ക്രിപ്റ്റിന്റെ പാർട്ട് 3 ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ ഇത് കാണുകയാണെങ്കിൽ മുന്നേ പാർട്ട് 1ഉം 2 കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ടിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് കോഡിലേക്ക് കടക്കാം. പക്ഷേ ഈ റെക്കോർഡ് എന്നുള്ള യൂട്ടിലിറ്റി ടൈപ്പ് വേറൊരു രീതിയിലും കൂടിയും എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാനായി ജസ്റ്റ് ഇതേപോലെ ഇത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ റെക്കോർഡിന് പകരം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇവിടെ ചെയ്ത പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പകരം നമ്മളിവിടെ വന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് ഇവിടെ ഇൻഡെക്സ് കൊടുക്കും. അപ്പോൾ ഇത് ബേസിക്കലി ഡൈനാമിക് ആണ് കീ, അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഒബ്ജക്റ്റ് ഡൈനാമിക് ആയിട്ട് കീ പാസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബ്രാക്കറ്റ് ആണ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തത്. ഇനി അതിനുള്ള ഇൻഡെക്സ് കൊടുക്കും. എന്നിട്ട് ഇൻഡെക്സ് എന്താണ്? നമ്മളുടെ കേസിൽ സ്ട്രിങ് ആണ്. അതായത് ബേസിക്കലി ഇവിടെ ഈ ലെഫ്റ്റിൽ സ്ട്രിങ് കൊടുത്ത പോലെ അതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ കോളൻ ഇട്ടിട്ട് എന്താണ് നമ്മളുടെ വാല്യൂ. അപ്പോൾ നിങ്ങൾ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് കൊടുക്കുക, അല്ലെങ്കിൽ എനി ആണെങ്കിൽ എനി കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഇവിടെ കൊടുത്ത പോലെ ഈ സെയിം കോൺസെപ്റ്റ് തന്നെ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്തത് ഈ ടൈപ്പ് ഫുഡിൻ്റെ ഒബ്ജക്റ്റിനുള്ളിൽ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ യൂട്ടിലിറ്റി ക്ലാസ് യൂസ് ചെയ്യാണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ഏത് വഴി എടുത്താലും പ്രശ്നങ്ങളല്ല. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സിനാരിയോക്ക് നല്ലത് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ടും തരുന്നത് സെയിം ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി കീയും വാല്യൂയും ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എനി, അൺനോൺ, നെവർ, വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്സുകളാണ്. നമുക്ക് ഇതിനൊപ്പം നള്ളും കൂടിയും ആഡ് ചെയ്യാം. അപ്പോൾ ഈ ടൈപ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറേ സിനാരിയോസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡിൽ സ്ട്രിങ് എനി കൊടുത്തു, കാരണം നമുക്ക് വാല്യൂ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ എന്ത് വാല്യൂസും വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനത്തെ കുറേ കേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ അല്ലാത്ത കേസിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ പവർ കംപ്ലീറ്റ് ഒഴിവാവും. കാരണം ടൈപ്പ് സ്ക്രിപ്റ്റിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ലെറ്റ് യൂസർ നെയിം ഇസ് ഈക്വൽ ടു debugmedia എന്നുണ്ട്. ഇനിയിപ്പോൾ ഈ യൂസർ നെയിമിൻ്റെ ടൈപ്പ് നമുക്കറിയാം സ്ട്രിങ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് സ്ട്രിങ് കൊടുക്കാം. ഇനി അവിടെ വന്നിട്ട് യൂസർ നെയിം ഡോട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രിങ്ങിൻ്റെ എല്ലാ മെത്തേഡ്സും ഇവിടെ കാണും. കാരണം ടൈപ്പ് സ്ക്രിപ്റ്റിന് അറിയാതെ സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ്ങിന് വേണ്ട മെത്തേഡ്സ് മാത്രം ഇത് കാണിച്ചാൽ മതി എന്നുള്ളത്. ടു അപ്പർ കേസും ടു ലോവർ കേസും എല്ലാം എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ സ്ട്രിങ്ങിൻ്റെ പേര് എനി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കൊടുത്തിട്ട് ഞാൻ ഇനി ഡോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണിക്കില്ല. കാരണം ജാവാസ്ക്രിപ്റ്റ് അത് വിചാരിക്കുന്നത് എല്ലാ ടൈപ്സും അത് പോസിബിൾ ആണ്, അതായത് എന്തും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ടു ലോവർ കേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അപ്പോഴും എറർ കാണിക്കില്ല. എനിക്ക് വേണമെങ്കിൽ ടു ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അപ്പോഴും എറർ കാണിക്കില്ല. പക്ഷേ എവിടെയാണ് ബ്രേക്ക് ചെയ്യുക? നമ്മുടെ കോഡ് റൺ ചെയ്യുമ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യുക. നമ്മളെ വെബ്സൈറ്റ് ചിലപ്പോൾ ക്രാഷ് ആവും, അല്ലെങ്കിൽ നമുക്ക് അൺഡിഫൈൻഡ് വാല്യൂസ് കിട്ടും. കാരണം എന്താ? ഇത് സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ്ങിന് നമുക്ക് നമ്പറിൻ്റെ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ടു ഫിക്സ് എന്നുള്ളത് ഒരു നമ്പറിൻ്റെ മെത്തേഡാണ്. ഇനി അതേപോലെ ഇനിയിപ്പോൾ ഇത് ഒരു അരേ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ debugmedia എന്നുള്ളത് ഒരു അരയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഡോട്ട് പുഷും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കേസിൽ നമുക്കതില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഇവിടെ ഇതിപ്പോൾ തിരിച്ച് സ്ട്രിങ് ആക്കി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തിരിച്ച് ഇപ്പോൾ നമ്പർ ആക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഡോട്ട് പുഷ് അടുക്കതിൽ ചെയ്യാൻ പറ്റും. അരയുടെ ഡോട്ട് പുഷ്, ഈ പുഷ് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? അരയിലാണ്, നമ്പറിലല്ല. അപ്പോൾ ഈ കേസിൽ ഇത് നമ്മളുടെ ആപ്പ് ബ്രേക്ക് ആവും. അതുകൊണ്ടാണ് മാക്സിമം എനി അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പകരം നിങ്ങൾക്ക് അൺനോൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അത് യൂസ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ API നിന്ന് വരുന്ന ഡാറ്റ എന്താണെന്ന് അറിയില്ല. ഡാറ്റ ബീങ് ഫെച്ച്ഡ് ഫ്രം API. API നിന്ന് ഡാറ്റ വരുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വന്നിട്ട് അൺനോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ആക്ച്വലി സ്പെല്ലിംഗ് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോട്ടെ. ഓക്കെ, അൺനോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് ഇവിടെ സ്ട്രിങ് കൊടുക്കാൻ പറ്റും, നമ്പർ കൊടുക്കാൻ പറ്റും, എന്താണെങ്കിലും പ്രശ്നമുള്ളതല്ല. പക്ഷെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആ ഡാറ്റ നമുക്കൊരു സ്ഥലത്ത് കെട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഓക്കെ ഇതിപ്പോൾ ഇനി സ്ട്രിങ് ആണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇനി അത് മാറ്റിയിട്ട് സ്ട്രിങ്ങിൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഫോർ എക്സാമ്പിൾ ആ ഡാറ്റനെ മാറ്റിയിട്ട് സ്ട്രിങ് ആക്കി. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് യൂസർ നെയിം ഡോട്ട് വിളിച്ചാൽ എനിക്ക് ഇനീഷ്യലൊന്നും കിട്ടില്ല. കാരണം ഇതിപ്പോൾ അൺനോൺ ആണ്, ഇതിൻ്റെ ടൈപ്പ് നമുക്ക് അറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ അറിയാം അതിൻ്റെ ടൈപ്പ് എന്താണ്. അതിൻ്റെ ടൈപ്പ് ഞാൻ കുറച്ച് കൺവേർട്ട് ചെയ്തിട്ട് സ്ട്രിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനിൽ എനിക്കറിയാം സ്ട്രിങ് ആയിട്ടാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പറയും യൂസർ നെയിം ആസ് സ്ട്രിങ് എന്ന് പറയും. നമ്മൾ ബേസിക്കലി ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യും. നേരത്തെ പഠിച്ച ആസ് കോൺസ്റ്റും ആസ് സ്ട്രിങ്ങിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുക. അതായത് ഒരു ടൈപ്പിനെ വേറെ ടൈപ്പാക്കി മാറ്റുക. അപ്പോൾ ഇത് അൺനോൺ ടൈപ്പ് ആയിരുന്നു, ഇപ്പോൾ ഇതിന് പറയുന്നത് ഒരു സ്ട്രിങ് ടൈപ്പാണ്. അപ്പോൾ ഇതിന് ഗുണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എനിക്കിത് എന്ത് ചെയ്യുക? പുതിയൊരു വേരിയബിളിൽ ന്യൂ വാല്യൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഈ വാല്യൂ എനിക്ക് വാല്യൂ ഡോട്ട് വിളിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ എല്ലാ മെത്തേഡ്സും കിട്ടും. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വേരിയബിളിലുള്ളത് സ്ട്രിങ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് അറിയാത്ത കേസിൽ അൺനോൺ എന്ന് കൊടുത്തതിന് ശേഷം അതിനെ ടൈപ്പ് കാസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെവർ വോയിഡ് എന്നാണ്. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫംഗ്ഷനിൽ നമുക്കിവിടെ ത്രോ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ ത്രോ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അത് നമ്മൾ മെസ്സേജ് കാണിക്കും, അത് സ്ട്രിങ് ആണ്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ത്രോ ന്യൂ എറർ എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് നമ്മളിവിടെ കാണിക്കും.
ഈ ഒരു ഫംഗ്ഷൻ എടുക്കാറുണ്ട്. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യണത്? ഇത് ബേസിക്കലി ഒരു എറർ ത്രോ ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊന്നും റിട്ടേൺ ചെയ്യണില്ല, ഇത് എറർ ത്രോ ആണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് നമ്മളിവിടെ നെവർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സാധാരണ വന്നിട്ട് ഇവിടെ സ്ട്രിങ് റിട്ടേൺ ചെയ്യും, നമ്പർ റിട്ടേൺ ചെയ്യും എന്നൊക്കെ പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ നെവർ കൊടുക്കും. കാരണം ഈ ഫംഗ്ഷൻ നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യണില്ല. ഇത് ചിലപ്പോൾ ഒരു ഇൻഫിനിറ്റ് ലൂപ്പായിരിക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ എറർ ത്രോ ചെയ്യണതായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു കോഡായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കും ഇത് ഒന്നും റിട്ടേൺ, ഇത് നെവർ ആണെന്നുള്ളത്, ഇത് ഒന്നും റിട്ടേൺ ചെയ്യില്ല എന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെയാണ് വോയിഡ്, പക്ഷേ ടെക്നിക്കലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഈ ഫംഗ്ഷൻ നമുക്ക് അതേപോലെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ത്രോ എററിൻ്റെ പകരം നമുക്കിവിടെ ലോഗ് മെസ്സേജ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഫംഗ്ഷൻ ആകെ ചെയ്യുന്ന വെച്ചാൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അത് ബേസിക്കലി ലോഗ് ചെയ്യും. അപ്പോൾ ഈ കേസിലും ഒന്നും റിട്ടേൺ ചെയ്യണില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് കോളന് ശേഷം വോയിഡ് കൊടുക്കും. അപ്പോൾ കണ്ടാലും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തോന്നും, പക്ഷേ ആക്ച്വലി നെവർ യൂസ് ചെയ്യണമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എറർ ത്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് ഇൻഫിനിറ്റ് ആയിട്ട് റൺ ചെയ്യുമ്പോൾ, കാരണം ഈ രണ്ട് കേസിലൊന്നും റിട്ടേൺ ചെയ്യണില്ല. രണ്ടിങ്ങനെ റൺ ചെയ്യും പക്ഷെ ഒന്നും റിട്ടേൺ ചെയ്യില്ല. അതേപോലെ തന്നെ വോയിഡും, അതായത് ഈ വോയിഡ് എന്നുള്ള ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ അവസാനം ഒന്നും റിട്ടേൺ ചെയ്യില്ല. നിങ്ങൾക്ക് ബേസിക്കലി ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്നും റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വോയിഡ് യൂസ് ചെയ്യുക. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷനെ ട്രിഗർ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കേസിലും വോയിഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി നമുക്കിവിടെ ടൈപ്പ് ചെയ്താൽ ഇവിടെ യൂസർ എന്ന് കൊടുക്കുക. ഇതിനുള്ളിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് ആക്ച്വലി നെയിം കൊടുക്കുക ഇവിടെ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട്. ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോറി, ഇവിടെ ഈക്വൽ ടു സൈൻ കൊടുക്കണം. അതിന് ശേഷം ഇവിടെ നമ്മൾ ഗെറ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിലും ഇവിടെ കോളൻ ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇവിടെ ഇടാം, ആരോ ഇവിടെ കൊടുക്കുക, എന്താണ് റിട്ടേൺ ചെയ്യണത് അതിൻ്റെ ടൈപ്പ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് സാധാരണ ഒബ്ജക്റ്റിൽ എഴുതുന്ന പോലെ തന്നെ രണ്ട് വഴിയിൽ എഴുതാൻ പറ്റും. ഒന്നുകിൽ ആരോ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ആരോ റിമൂവ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോളനെ മുന്നിട്ട് കൊടുക്കാനും പറ്റും. ഈ കേസിൽ ഈ രീതിയിലും നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സാധാരണ ഒബ്ജക്റ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ നമുക്ക് തൽക്കാലം ആരോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തതിനാൽ ഈ ഫംഗ്ഷൻ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഓക്കെ ഗെറ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം ഇവിടെ വന്നിട്ട് നമ്മൾ എഴുതുന്നത് കോൺസ്റ്റ് കറൻറ്റ് ഒബ്ജക്റ്റ്, ഇതിനുള്ളിൽ നമ്മൾ യൂസർ കൊടുക്കുകയാണ്. ഈ യൂസറിൻ്റെ ഉള്ളിൽ രണ്ട് സാധനം എടുക്കും, ഒന്ന് നെയിം എടുക്കും debugmedia, അതിന് ശേഷം ഇവിടെ ഗെറ്റ് യൂസർ നെയിം എടുക്കും. എന്നിട്ട് ഇത് ബേസിക്കലി ഇവിടെ എന്തോ റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്ട്രിങ് കൊടുക്കുക, ഹലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്ട്രിങ് കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റിട്ടേൺ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ കൺസോളാണ് കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ ഗെറ്റ് യൂസർ നെയിമിൻ്റെ അവിടെ എറർ വരുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ടൈപ്പ് വോയിഡ് ഇസ് നോട്ട് അസൈനബിൾ ടു ടൈപ്പ് സ്ട്രിങ്, അതായത് നമ്മളിവിടെ ഒന്നും റിട്ടേൺ ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ പഠിച്ചത് അത് വോയിഡ് ആണെന്നാണ്. നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും റിട്ടേൺ ചെയ്യണില്ല. അപ്പോൾ അത് ടൈപ്പ് സ്ക്രിപ്റ്റ് വോയിഡ് ആയിട്ടാണ് കാണാം. പക്ഷെ നമ്മളിവിടെ സ്ട്രിങ് റിട്ടേൺ ചെയ്യിപ്പിക്കണമെന്ന് ടൈപ്പ് സ്ക്രിപ്റ്റിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മളിവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കണം ഈ ഡാറ്റ ഇവിടെ ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യും. ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് നമ്പർ ആക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, ആ ടൈപ്പാണ് നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കുക. നേരത്തെ നമ്മൾ ഫംഗ്ഷനിൽ ഇവിടെ പുറത്ത് കൊടുത്ത പോലെ. പക്ഷേ നിങ്ങൾക്ക് പിന്നെ ഒന്നും റിട്ടേൺ ചെയ്യേണ്ട, ആ കേസിൽ നമ്മളിവിടെ വന്നിട്ട് വോയിഡ് കൊടുക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, നമുക്കിവിടെ ഒന്നും റിട്ടേൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നമുക്കിവിടെ വന്നിട്ട് console.logൽ ജസ്റ്റ് ഹലോ കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ പറയുന്നുണ്ട് ഒന്നും റിട്ടേൺ ചെയ്യണില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിന് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനുള്ളിൽ നമുക്ക് മെസ്സേജ് ഇടാം, സ്ട്രിങ് കൊടുക്കാം. പക്ഷേ ഈ കേസിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുക. ഇവിടെ നമുക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുക മെസ്സേജ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻ്റ് ഉണ്ട്, അതിന് ടൈപ്പ് സ്ട്രിങ് ആണെന്നുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഈ മെസ്സേജ് നമുക്ക് അതേപോലെ ഇവിടെ നമുക്ക് ആ പ്രോപ്പർട്ടി റിട്രീവ് ചെയ്യാൻ പറ്റും. ഇതിന്നിട്ട് സ്ട്രിങ് ആയിട്ട് വേണം നമ്മൾ കോൾ ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ മെസ്സേജ് എന്നുകൊണ്ട് കൺസോൾ ചെയ്യാണ്. ഇനി ഞാൻ കറൻറ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് യൂസർ നെയിം പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി സ്ട്രിങ് കൊടുക്കണം. നമ്പർ കൊടുത്താൽ വർക്ക് ആവില്ല, കാരണം നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പാരാമീറ്റർ സ്ട്രിങ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് സ്ട്രിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്തത് അതേപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്ററും റിട്ടേൺ ചെയ്യുമ്പോഴും ചെയ്യാം. ഇനി അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് നള്ളാണ്. അപ്പോൾ ഇത് കാണാനായി നമുക്ക് ആദ്യം ഇവിടെ ലെറ്റ് യൂസർ നെയിം ഇസ് ഈക്വൽ ടു നൾ കൊടുക്കുക. കാരണം ചിലപ്പോൾ ഇനീഷ്യലി നമ്മളുടെ കേസിൽ യൂസർ നെയിം നള്ളായിരിക്കും, ആ യൂസർ ടൈപ്പ് ചെയ്താൽ മാത്രമാണ് അത് ആ വാല്യൂ ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കോളിനിട്ടിട്ട് സ്ട്രിങ് ടൈപ്പ് കൊടുക്കുക, അതേപോലെ തന്നെ നൾ ടൈപ്പും കൊടുക്കുക. അപ്പോൾ നള്ളാവാനും അല്ലെങ്കിൽ സ്ട്രിങ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ട് പറയാം ഇഫ് യൂസർ നെയിം ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം റിട്ടേൺ ചെയ്യാം. ഇനി അഥവാ എൽസ് യൂസർ നെയിം ഇസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ വേറെ എന്തെങ്കിലും റിട്ടേൺ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ റിട്ടേൺ എറർ വരുന്നത് ഇതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലല്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബേസിക്കലി ചെക്ക് ചെയ്യാൻ പറ്റും ഏത് നള്ളാണെങ്കിൽ ഈ റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യില്ല, നിങ്ങൾ നൾ മെയിൻലി യൂസ് ചെയ്യുക ചില കേസിലൊക്കെ ഉണ്ട്. അതായത് യൂസർ എഫിൽ നമ്മൾ ഇനീഷ്യലി
നമുക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ നൾ കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾ ഈ നൾ ടൈപ്പ് കൊടുക്കണം. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലി എം ടി ആണെങ്കിലും നമ്മൾ സാധാരണ എം ടി ഒബ്ജക്റ്റ് കൊടുക്കാറ്, പക്ഷേ നൾ കൊടുക്കേണ്ട സിനാരിയും വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഈ നൾ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ എല്ലാ ടൈപ്സും എല്ലാ ഫീച്ചേഴ്സും ടൈപ്പ്സ്ക്രിപ്റ്റിനും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് tsconfig എന്ന് പറഞ്ഞ ടൈപ്പ്സ്ക്രിപ്റ്റിന്റെ കോൺഫിഗറേഷൻ ഫയൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ പോയിട്ട് ലൈക്ക് ചെയ്യുക. So please സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് നമുക്കിനി tsconfig എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ tsc എന്നിട്ട് കൊടുക്കണം. ഇത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു tsconfig.json എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറേ സെറ്റിങ്സുകളുണ്ട്, പല ഓപ്ഷൻസുകൾക്കുണ്ട്. അപ്പോൾ ഇതിലെല്ലാതും നമ്മളിതിൽ കവർ ചെയ്യില്ല. നമ്മളിതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ വേറൊരു വീഡിയോയിൽ നമുക്കിത് ഓരോന്നോരോന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം എല്ലാ കമൻസും റിമൂവ് ചെയ്യാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കമ്പൈലർ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ ES 2016 ആണ്. അപ്പോൾ ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കോഡ് ഏത് ജാവാസ്ക്രിപ്റ്റിൻ്റെ വെർഷനിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ടാർഗറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതലും ES 16 ES 15 ഒക്കെ ഇടാം, പഴയ ബ്രൗസറിലൊക്കെ കമ്പാറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ള കോഡിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. പക്ഷേ നിങ്ങളുടെ കോഡ് ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ES നെക്സ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ അത് ഏത് വെർഷൻ വന്നാലും അത് ES നെക്സ്റ്റിൽ എടുത്തോളും. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പഴയ ബ്രൗസറിലൊന്നും സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിന് പഴയ ബ്രൗസറൊന്നും യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കോഡ് വെറും പുതിയ വെർഷനിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ കോഡ് ഏത് ഫോർമാറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നാണ്. കാരണം നമുക്ക് കോമൺ JS ഉണ്ട്, UMD ഉണ്ട്, AMD ഉണ്ട്, അങ്ങനെ പല വെർഷൻ ഉണ്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് ഏത് ഫോർമാറ്റിലേക്ക് ആക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ UMD ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്വയർ ഉപയോഗിക്കുക, ഇമ്പോർട്ട് ഉപയോഗിക്കാനും പറ്റും. കോമൺ JS ആണെങ്കിൽ റിക്വയർ മാത്രമാണ്. അപ്പോൾ കോമൺ JS നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക Node.js-നാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് Node.js-ലാണെങ്കിൽ നിങ്ങൾക്ക് കോമൺ JS യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ടിനും വേണമെങ്കിൽ UMD യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രിക്റ്റ് മോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ട്രിക്റ്റ് മോഡ് എന്ന് വെച്ചാൽ കുറേ ടൈപ്സ് നമ്മൾ ചിലപ്പോൾ എനിയൊക്കെ കൊടുത്തിട്ട് ഒഴിവാക്കാൻ നോക്കും. അപ്പോൾ അതൊന്നും ടൈപ്പ്സ്ക്രിപ്റ്റ് അലൗ ചെയ്ത് തരില്ല. അപ്പോൾ തന്നെ അവിടെ വാർണിംഗ് തരും. അപ്പോൾ അതിനുവേണ്ടി സ്ട്രിക്റ്റ് മോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്കിപ്പ് ലൈബ്രറി ചെക്ക് എന്നുള്ളതും ട്രൂ ആക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലൈബ്രറീസിനുള്ളിലുള്ള ടൈപ്പ്സ്ക്രിപ്റ്റിനായിട്ട് കോൺഫ്ലിക്റ്റ് ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ സാധാ TS ഫയൽ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഫിഗറേഷൻസ് ഒന്നും അല്ലാതെ യൂസ് ചെയ്യുക. അത് ഡീഫോൾട്ട് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലുള്ള കോൺഫിഗറേഷൻസ് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇനി നമ്മളിപ്പോൾ tsconfig ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് TSC എന്ന് ടൈപ്പ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. പക്ഷേ നമുക്കിനി പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മളുടെ എല്ലാ കോഡും സോഴ്സ് ഫോൾഡറിനുള്ളിലായിരിക്കും. പിന്നെ ഔട്ട്പുട്ടുള്ള ഫോൾഡർ ചിലപ്പോൾ ഡിസ്റ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പബ്ലിക് ഫോൾഡറിലായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ SRC എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഈ index.ts ഫയൽ അതിലിടാം. അതിനുശേഷം പുറത്ത് വന്നിട്ട് നമുക്കൊരു പബ്ലിക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ഫോൾഡറിനുള്ളിലായിരിക്കണം നമ്മളുടെ ജനറേറ്റ് ചെയ്ത index.js ഫയൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് നമുക്ക് കോൺഫിഗറേഷനിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് കമ്പൈലർ ഓപ്ഷനുള്ളിൽ വന്നിട്ട് റൂട്ട് dir എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ റൂട്ട് ഉള്ളത് സോഴ്സിലാണ്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് അതിന് വേണ്ടി ഔട്ട്പുട്ട് dir എടുത്തിട്ട് ഇത് നമുക്ക് കൊടുക്കേണ്ടത് പബ്ലിക് ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ./public എന്ന് കൊടുത്താൽ മതി. ഇത് പിന്നെ സേവ് ചെയ്തിട്ട് index.tsഉം സേവ് ചെയ്യുക. ഇനി ഇവിടെ ആകെ ചെയ്യേണ്ടത് TSC എന്ന് കൊടുത്താൽ മതി. ഫയലിൻ്റെ പേരൊന്നും കൊടുക്കണ്ട. കാരണം ഈ കോൺഫിഗറേഷൻസ് അത് കണ്ടുപിടിച്ചോളൂ. സൈഡ് പാനൽ തുറക്കുക, എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ പബ്ലിക് ഫോൾഡറിനുള്ളിൽ index.js ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ യൂസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിൻടാക്സ് ഇവിടെ ഉണ്ട്. നേരത്തെ അതിലുണ്ടെന്നില്ല. കാരണം ഇതിപ്പോൾ tsconfig സ്ട്രിക്റ്റ് എനേബിൾ ചെയ്തുകൊണ്ടാണ് യൂസ്ട്രിക്റ്റ് വർക്ക് ആയത്. ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട് ചെയ്തിട്ടുള്ള കോഡ് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ടൈപ്പ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കോൺഫിഗറേഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ Next.jsലായിരിക്കും അല്ലെങ്കിൽ വീറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും മാറ്റണമെങ്കിൽ മാത്രമേ ഈ ഫയൽ വന്നിട്ട് ചെയ്താൽ മതി എന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ടൈപ്പ്സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വീറ്റിലോ Next.jsലോ ആംഗുലറിലോ അങ്ങനത്തെ ഏതെങ്കിലും ഫ്രെയിം വർക്കിലായിരിക്കും നമ്മളത് ബേസിക്കലി കോഡ് എഴുതാം. അപ്പോൾ ആ കേസിൽ നമുക്കിതൊന്നും ഇങ്ങനെ ചെയ്യേണ്ടി വരില്ല. പ്രോപ്പർ പ്രൊജക്റ്റ് ആയിട്ടായിരിക്കും കാണാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ടൈപ്പ്സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. ഇത് പഠിച്ചതിന് ശേഷം ഈ കോഡുകളൊക്കെ നിങ്ങൾ റിയാക്ട് പ്രൊജക്റ്റിലോ വ്യൂ പ്രൊജക്റ്റിലോ ഏത് പ്രൊജക്റ്റാണെന്ന് വെച്ചാൽ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. കാരണം ഈ സെയിം കോഡ് തന്നെയാണ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. പക്ഷേ ഓരോ ഫ്രെയിം വർക്കിലും വേറെ എക്സ്ട്രാ ടൈപ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ റിയാക്റ്റിൽ കുറേ JSX എലമെന്റ് എന്ന് പറഞ്ഞിട്ടും പിന്നെ കമ്പോണൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ടൈപ്പ്സ്ക്രിപ്റ്റിന് ടൈപ്സ് ഉണ്ട്.
അതേപോലെ തന്നെ നെക്സ്റ്റ് കേസിൽ സ്വന്തമായിട്ടുള്ള ടൈപ്പ്സ്ക്രിപ്റ്റിന് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന ഫ്യൂച്ചർ വീഡിയോയിൽ നമുക്ക് ഈ പഠിച്ച നോളജ് വെച്ചിട്ട് ഒരു ചെറിയൊരു ആപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്രൊജക്റ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയും കൂടിയും കിട്ടും. അത് ചിലപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സാധാ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുക അല്ലെങ്കിൽ റിയാക്റ്റിൽ ചെയ്യുക. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ജസ്റ്റ് കമന്റിൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇത്രയും മതി. അപ്പോൾ ഇതുവരെ കണ്ടിഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Okay, thank you.